ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രോഗ്രാം ആപ്കി അദാലത്ത്. രജത് ശർമ്മയോടൊപ്പം നമസ്കാരം. ആപ്കി അദാലത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ആപ്കി അദാലത്തിൽ ഇന്ന് വന്നിരിക്കുന്ന അതിഥി സിനിമാ ലോകത്തെ ഒരു ഷൈനിങ് സ്റ്റാറാണ്. അദ്ദേഹം മുംബൈയിലേക്ക് സ്റ്റാർ ആകാൻ വേണ്ടി വന്നതല്ല, പഠിക്കാൻ വേണ്ടി വന്ന ആളാണ്. അദ്ദേഹം എങ്ങനെയുള്ള സ്റ്റാറാണെന്ന് വെച്ചാൽ നിങ്ങൾ അദ്ദേഹത്തെ ഒരു ആക്ഷൻ ഹീറോ ആയിട്ടാണ് ഇഷ്ടപ്പെടുന്നത്. കോമഡിയിൽ, ട്രാജഡിയിൽ, റൊമാൻസിൽ, ഡാൻസിൽ എല്ലാ സോണിലും ഓരോ പടങ്ങളും സൂപ്പർ ഹിറ്റായിരുന്നു. പ്ലീസ് വെൽക്കം ഖിലാഡിയോं की खिलाड़ी അക്ഷയ് കുമാർ. ഇന്നത്തെ നമ്മുടെ ആപ്കി അദാലത്തിന്റെ പ്രത്യേക ജഡ്ജി ആരാണെന്ന് വെച്ചാൽ പ്രസിദ്ധയായ ഫിലിം ക്രിറ്റിക് സോണൽ കാൽറ. ഇപ്പോൾ നമ്മൾ ആപ്കി അദാലത്ത് തുടങ്ങുന്നതിന് മുൻപ്, ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുൻപ്, വിചാരണ തുടങ്ങുന്നതിന് മുൻപ് ഇന്നത്തെ ജഡ്ജിയുടെ അനുവാദം നമുക്ക് ആദ്യം ചോദിക്കാം. തീർച്ചയായും അനുവാദമുണ്ട്. നടപടികൾ തുടങ്ങട്ടെ. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ അക്ഷയ് കുമാറിന് മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ അക്ഷയ് കുമാറിന്റെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം ഇദ്ദേഹത്തിന്റെ ആക്ടിങ്ങിന് ഇന്ന് പോലും റെക്കഗ്നേഷൻ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അക്ഷയ്, താങ്കൾ തുടങ്ങുമ്പോൾ, അതായത് ഫിലിം കരിയർ തുടങ്ങുമ്പോൾ ഫിലിം സെറ്റിലുള്ള ഫർണിച്ചറും അതുപോലെ അക്ഷയ് കുമാറിനും യാതൊരു വ്യത്യാസവും, രണ്ടും ഡെഡ് ആണെന്നാണ് പറയുന്നത്. അത് ശരിയാണ്. അത് വേറെ ആരും പറഞ്ഞതല്ല, അത് ഞാൻ തന്നെ പറഞ്ഞതാണ്. പിന്നെ ഇതൊരു വളരെ യാദൃശ്ചികമായ കാര്യമായിരുന്നു. ഞാൻ എങ്ങനെയോ ഫിലിം ഇൻഡസ്ട്രിയിൽ എത്തിപ്പെട്ടു. പിന്നെ ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ട് ക്യാമറ ഫേസ് ചെയ്തിരുന്ന സമയത്ത്, അതായത് അന്നാണ് ഞാൻ ആദ്യമായിട്ട് ക്യാമറ കണ്ടത് തന്നെ. ക്യാമറ എങ്ങനെയാ ഉണ്ടാവുക എന്ന് ഞാൻ പഠിച്ചതെല്ലാം എൻ്റെ അനുഭവങ്ങളിൽ നിന്നാണ്. മഹേഷ് ഭട്ട് എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, ആക്ഷൻ വേണമെങ്കിൽ അക്ഷയ് കുമാറെ ഉപയോഗിച്ചുള്ളൂ, പക്ഷേ ആക്ടിംഗ് വേണമെങ്കിൽ അദ്ദേഹത്തെ ഉപയോഗിക്കാൻ പാടില്ലെന്ന്. അതെ, അത് അദ്ദേഹം പറഞ്ഞത് ശരി തന്നെയാണ്. കാരണം എനിക്ക് ആക്ടിങ്ങിനെ പറ്റി വലിയ അറിവൊന്നുമില്ല, അതൊരു സത്യം തന്നെയാണ്. 25 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, 100 കണക്കിന് സിനിമകളും ചെയ്തു. ഇപ്പോഴെങ്കിലും മനസ്സിലായോ? ഇല്ല, എനിക്കിപ്പോഴും ഒരു വിധത്തിലും ഞാനൊരു നല്ല ആക്ടറാണെന്ന് തോന്നിയിട്ടില്ല. പിന്നെ അവാർഡ് നൈറ്റ്സിൽ അവാർഡ് വാങ്ങുന്നവരാണ് ആക്ടറെങ്കിൽ ഞാൻ ഒരിക്കലും ആ വിധത്തിലൊരു ആക്ടറേ അല്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും ഒരു നല്ല ആക്ടറായി മാറിയിട്ടില്ല. ക്രിറ്റിക്സും കൊടുക്കാറില്ല, അവാർഡും അതുപോലെ തന്നെ കൊടുക്കാറില്ല. ചില സമയങ്ങളിൽ അങ്ങനെ നടക്കാറുണ്ട്. അവാർഡ് നൈറ്റ്സിൽ അവാർഡ് കൊടുക്കുന്ന ഒരു കൂട്ടർ ഒരു ദിവസം എന്നെ വിളിച്ചിരുന്നു. അതായത് ഞാൻ അവാർഡ് നൈറ്റിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ എനിക്ക് അവർ പകുതി പൈസയും പിന്നെ ഒരു അവാർഡും തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ മുഴുവൻ പണവും തന്നാൽ മതി, നിങ്ങൾ അവാർഡ് വേറെ കൊടുക്കണം. എയർലിഫ്റ്റ് പോലുള്ള ഒരു സിനിമയ്ക്ക് താങ്കൾക്ക് അവാർഡ് ലഭിക്കാതിരുന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ക്യാമ്പയിൻ നടന്നു. ഫാൻസൊക്കെ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അവാർഡ് സെയിലിന് വെച്ചിരിക്കുകയാണെന്ന്. സാർ നോക്കൂ, അവർ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് അറിയില്ല. എന്നിരുന്നാലും അത് അവരുടെ സ്നേഹമാണ് കാണിക്കുന്നത്, അവരുടെ വിശാല മനസ്കതയാണത്. അപ്പോഴും താങ്കൾക്ക് തോന്നിയില്ലേ കുറച്ച് വിട്ടുവീഴ്ച ചെയ്ത്? നോക്കൂ, എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടാണ് ഓഡിയൻസിനെ സമ്പാദിക്കേണ്ടതെങ്കിൽ അതൊരു നാണം കെട്ട കാര്യമാണ്. ഒരുപാട് തവണ അങ്ങനെ നടന്നിട്ടുണ്ട്. എനിക്കങ്ങനെ ചെയ്യാൻ പറ്റും, എനിക്കതിനുള്ള അവസരങ്ങളും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതായത് പണം കൊടുത്ത് അവാർഡ് ലഭിക്കേണ്ട ഒരു ചാൻസ് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ആ ഷോയിൽ പകുതി കാശ് വാങ്ങി പെർഫോം ചെയ്യുകയാണെങ്കിൽ അവാർഡ് കിട്ടുമെന്ന്. അപ്പൊ താങ്കൾ പെർഫോം ചെയ്ത് അവാർഡ് വാങ്ങാമായിരുന്നില്ലേ? അപ്പോൾ ഇത് ജഡ്ജ് മാഡം, ഇത് എന്നെ തെറ്റുപഠിപ്പിക്കുകയാണ്. ഫിലിം ക്രിറ്റിക്സ് എന്താണ് എഴുതുന്നതെന്ന് വെച്ചാൽ, അക്ഷയ് കുമാറിന്റെ സിനിമ കാണാൻ പോകുമ്പോൾ തലച്ചോറ് വീട്ടിൽ ഊരി വെച്ചിട്ട് പോകണമെന്നാണ്. അതെ, ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വന്ന് 25-26 വർഷം പിന്നിട്ടു. ഇതുപോലെ തന്നെ ഇനിയും ഒരു 26 വർഷവും കൂടി ചെയ്യുകയാണെങ്കിൽ എല്ലാം ശരിയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു സമയത്ത് തുടർന്ന് 11 സിനിമകളാണ് ഫ്ലോപ്പായത്. അല്ല, 16. 11 അല്ല, 16. ഞാൻ വെറുതെ ഇട്ടു നോക്കിയതാ. എനിക്കറിയായിരുന്നു നിങ്ങളിങ്ങനെ ചെയ്യുമെന്ന്. നിങ്ങളുടെ ആദ്യത്തെ ചോദ്യത്തിലൂടെ തന്നെ നിങ്ങൾ എങ്ങനെയാണ് ഇനി ചോദിക്കുക എന്ന് എനിക്ക് മനസ്സിലായി. ഇവിടെ എന്താണ് സംഭവിച്ചത്? അതായത് 16 സിനിമകൾ തുടർന്ന് ഫ്ലോപ്പ് ആയിരിക്കുകയാണ്. അതിനുശേഷവും താങ്കൾ ഹീറോ ആയിട്ട് തന്നെ ഉണ്ടല്ലോ. ഈ ഫിലിം ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എങ്ങനെയുള്ളൊരു ആക്ടറാണെങ്കിലും സാരമില്ല, പക്ഷേ നല്ലൊരു മനുഷ്യനായിരുന്നാൽ മതി. കറക്റ്റ് സമയത്ത് വരണം. നമ്മൾ
കറക്റ്റ് സമയത്ത് ജോലികൾ ചെയ്യണം, ബി പ്രൊഫഷണലി ഇനഫ്. ആൻഡ് നമ്മൾ പ്രൊഡ്യൂസേഴ്സിൻ്റെ ആക്ടർ ആയിരിക്കണം. പിന്നെ നമുക്ക് ഇൻഡസ്ട്രിയുടെ ഭാഗത്തു നിന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, കാരണം ഈ ഇൻഡസ്ട്രി വളരെ സ്നേഹമുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. പിന്നെ വളരെ ഓപ്പൺ ഹെർട്ടഡും ആണ്. ഒരുപക്ഷെ നമ്മളത് ശ്രദ്ധിക്കാതെ വിടുകയാണെങ്കിൽ, അങ്ങനെയുള്ള ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒരുപാട് പേര് മേലെ നിന്ന് വീഴുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആൻഡ് ഐ എം ഷുവർ നിങ്ങൾക്കും അങ്ങനെ ഒരുപാട് പേരെ അറിയാൻ സാധ്യതയുണ്ട്. അതായത് നമ്മൾ ഒരുപക്ഷെ വളരെ പ്രൊഫഷണൽ അല്ലെങ്കിൽ, പ്രൊഡ്യൂസേഴ്സിനെ വിലമതിച്ചില്ലെങ്കിൽ, പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡൗൺഫാൾ സ്റ്റാർട്ടായി എന്ന് വേണം കരുതാൻ. നമ്മൾ എപ്പോഴൊന്നും നമുക്ക് പോലും പിടികിട്ടില്ല. ഇഷ്ടമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇഷ്ടത്തിന് ചെയ്യുക എന്ന് വെച്ചാൽ കൃത്യനിഷ്ഠത പാലിക്കാതിരിക്കുക, അതുപോലെ പടം ഡിലേ ആക്കുന്നത്, പിന്നെ റിലീസ് സ്വയം ഫൈനലൈസ് ചെയ്യുന്നത്, പിന്നെ എനിക്കാണ് എല്ലാം അറിയാവുന്നതെന്ന് കരുതുന്നത്, ഡയറക്ടറുടെ കാര്യത്തിൽ ഇടപെടുന്നത്, അതൊക്കെ ഒരു വലിയ തെറ്റ് തന്നെയാണ്. എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്നൊന്നും പറയേണ്ട കാര്യമില്ല. പിന്നെ ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഒരു പടം ഹിറ്റാവണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് കറക്റ്റ് സമയത്ത് റെഡി ആയിട്ട് ടേബിളിൻ്റെ മുന്നിൽ എത്തണം. അതുമാത്രമല്ല, ആ പടത്തിൻ്റെ ഇൻട്രസ്റ്റ് ലെവൽ 0 ആയിരിക്കണം. പിന്നെ പ്രൊഡ്യൂസർ ചെലവാക്കിയ പണത്തിൻ്റെ 2-2.5 മടങ്ങെങ്കിലും നമുക്ക് തിരിച്ച് കിട്ടേണ്ടതുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഫിലിം മേക്കിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ചില സിനിമകൾ പൂർത്തിയാവാൻ 1.5 വർഷം എടുക്കും, ചിലത് പൂർത്തിയാവാൻ 2.5 വർഷം എടുക്കും, അങ്ങനെയൊക്കെ. താങ്കൾ വളരെ നല്ല ഇൻഡസ്ട്രി ആണെന്ന് പറയുന്നു. ആക്ഷൻ ഹീറോ ആകാൻ വന്ന താങ്കളെ ഒരു കൊമേഡിയൻ ആക്കി മാറ്റിക്കളഞ്ഞു. അല്ല, കൊമേഡിയൻ ആക്കിയതല്ല, ഞാൻ കോമഡി ചെയ്തതാണ്. കൊമേഡിയനായിട്ട് ഒരാളെ മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ ശേഷം ഒരുപാട് റൊമാൻസ് സീക്വൻസുകളും ചെയ്തിട്ടുണ്ട്, കൂടാതെ നെഗറ്റീവ് റോൾസും ചെയ്തിട്ടുണ്ട്, ഒരുപാട് സീക്വൻസുകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാത്തിനേക്കാളും ബുദ്ധിമുട്ടുള്ളത് ഏതാണ്? കോമഡി. ജനങ്ങളെ ചിരിപ്പിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ കരയിപ്പിക്കാനാണെങ്കിൽ കണ്ണിൽ കുത്തിയാൽ മതി, അത് നമ്മളെയും കരയിപ്പിക്കും അവരെയും കരയിപ്പിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കരയിപ്പിക്കുക എന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമുക്ക് ഈ കാര്യം നടന്നു ആ കാര്യം നടന്നു എന്നൊക്കെ വളരെ ഈസി ആയിട്ട് പറയാം. പക്ഷേ ചിരിപ്പിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ അത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ആരും റെക്കഗ്നൈസ് ചെയ്യില്ല. കോമഡി ചെയ്യുന്നവർക്ക് അവാർഡ് പോലും ലഭിക്കാറില്ല. അതെ, ഒരിക്കലും കിട്ടുന്നില്ല. അവരെപ്പറ്റി ആരും കെയർ ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ സത്യം പറഞ്ഞാൽ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് പേരുമായിട്ട് സംസാരിച്ചിട്ടുമുണ്ട്, പല അച്ഛനമ്മമാരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പലരും പറഞ്ഞു അവരുടെ മക്കൾ ഹെയർ അഫെയർ കണ്ടിട്ടാണ് ഭക്ഷണം കഴിക്കുക എന്ന്. ഒരുപക്ഷെ അവർക്ക് ഡൈജഷൻ നന്നായിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ പിന്നെ അവർക്കൊരു പ്രോബ്ലം ഉണ്ടാവില്ലല്ലോ. ചില സമയങ്ങളിൽ നമ്മുടെ കോമഡിയൊക്കെ ഒരു ക്ലാസ് റേഞ്ചിലില്ല, അതായത് ഫാമിലി ആയിട്ട് ഒന്നിച്ചിരുന്ന് കാണാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണെന്ന് പറയാറുണ്ട്. അല്ല, എൻ്റെ മൂവീസ് എല്ലാം തന്നെ US സർട്ടിഫൈഡ് മൂവീസ് ആയിരിക്കും. എൻ്റെ പടങ്ങളിൽ ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. പിന്നെ എൻ്റെ പടങ്ങളൊക്കെ ബൈ ഗ്രേസ് ഓഫ് ഗോഡ് സാറ്റലൈറ്റിൽ ട്രെൻഡിങ് പടങ്ങളായിരിക്കും. ഇപ്പോഴും താങ്കൾക്ക് പേടിയുണ്ടോ? അതായത് ഞാൻ കേട്ടത് താങ്കൾ എയർലിഫ്റ്റ് സിനിമ ചെയ്യുന്ന സമയത്ത് താങ്കൾ ശരിക്കും പേടിച്ചുപോയി, പടം ഓടുവോ ഇല്ലയോ എന്നുള്ളതിനെ. എയർലിഫ്റ്റിന്റെ സമയത്ത് എനിക്ക് പേടിയൊന്നും തോന്നിയില്ല. ഞാൻ അഭിമാനത്തോടെ തന്നെ പറഞ്ഞു എൻ്റെ സിനിമയാണ് ഇത് എന്ന്. ഇത് എങ്ങനെയുള്ളൊരു സിനിമയാണെന്ന് വെച്ചാൽ, ഇത് ഞാൻ ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവമാണ്. 1,70,70,000 ജനങ്ങളെ നമ്മുടെ ഇന്ത്യൻ പൈലറ്റ്സ്, എയർ ഇന്ത്യ, ഇന്ത്യൻ എയർഫോഴ്സ് രക്ഷപ്പെടുത്തി കൂട്ടിക്കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഞാൻ എന്തിനു പേടിക്കണം? ഇതെനിക്ക് അഭിമാനിക്കാവുന്ന കാര്യമല്ലേ. അല്ല, സിനിമ ഓടുമോ ഇല്ലയോ എന്നതിനെ കുറിച്ച്, പടം ഓടുമോ ഇല്ലയോ എന്നൊന്നും ഓർത്ത് എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. എനിക്ക് ആ പേടിയില്ല. ബിക്കോസ് ഇത് എൻ്റെ മനസ്സിൽ പതിഞ്ഞ ഒന്നാണ്. ഇറ്റ്സ് എ വെരി പ്രസ്റ്റീജിയസ് ഫിലിം ഫോർ മീ. സോ ഓടുമോ ഓടില്ലോ എന്നതിനെ പറ്റിയൊന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. പിന്നെ റുസ്തം ഇതുപോലെ വലിയൊരു സിനിമയായിരുന്നു. പിന്നെ റുസ്തം മൂവിയും ഇങ്ങനെ തന്നെയായിരുന്നു. ഇറ്റ്സ് അഗെയിൻ ബേസ്ഡ് ഓൺ ട്രൂ ഫാക്ട്സ് ഓഫ് ലൈഫ് ആൻഡ് ദാറ്റ് ഇറ്റ് ഈസ്. പക്ഷെ ജനങ്ങൾ റിവാർഡ്സ് നൽകിയില്ലേ? 2 സിനിമകളും അവർ കണ്ടു. റിവാർഡ്സിനെ പറ്റിയൊന്നും എനിക്ക് ആശങ്കകളില്ല സർ. റിവാർഡ്സ് ഒക്കെ ഒരുപാട് കിട്ടാറുണ്ട്. പക്ഷെ താങ്കൾക്ക് ഇങ്ങനെ തോന്നിയിട്ടില്ലേ? 24 വർഷങ്ങളായിരിക്കുന്നു, 100 കണക്കിന് സിനിമകൾ ചെയ്തു. പക്ഷേ എന്നിരുന്നാലും ഫിലിം ക്രിട്ടിക്സിൽ താങ്കൾക്ക് ഇതുവരെ ഒരു നല്ല അവാർഡുകൾ ഒന്നുപോലും ലഭിച്ചില്ലെന്ന്. ഇല്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അതായത് ഇതൊന്നും അത്ര ആശങ്കപ്പെടേണ്ട കാര്യമാണെന്ന് എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടേ ഇല്ല സർ. ഞാൻ പറയുന്നത് സത്യമാണ് സർ. എനിക്ക് അതിനുവേണ്ടി മോറൽ ഡൗൺ ചെയ്യണം, ഞാൻ ഒരിക്കലും അതിനെപ്പറ്റിയൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. എനിക്ക് തെറ്റുപറ്റി, എനിക്ക് അവാർഡ് കിട്ടുമായിരുന്നു എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. പക്ഷേ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വൈഫിൻ്റെ അടുത്തുനിന്ന് ചീത്ത കേൾക്കാറുണ്ട്. അത് മാത്രമേ എന്നെ ബാധിക്കാറുള്ളൂ. പിന്നെ നിങ്ങൾ പറയുന്നതും വേറെ ആൾക്കാർ പറയുന്നതൊന്നും ഞാൻ കാര്യമാക്കാറില്ല. ഇനിയും പല ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അതിനു മുൻപ് ഒരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ അക്ഷയ് കുമാറിനോടുള്ള ചോദ്യങ്ങൾ തുടരുന്നതായിരിക്കും.
വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി ഫിലിം സ്റ്റാർ അക്ഷയ് കുമാറാണ്. അദ്ദേഹത്തിന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ അക്ഷയ് കുമാറിന് മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ഫിലിം ഇൻഡസ്ട്രിയിൽ മിസ്ഫിറ്റ് ആണ് എന്നുള്ളതാണ്. അക്ഷയ്, താങ്കളുടെ സിനിമകൾ സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അതിൽ ധാരാളം സ്റ്റാറുകളുണ്ട്, എല്ലാവരും കാണും. പക്ഷേ തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ താങ്കൾ ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു വ്യക്തിയല്ല, ഒരു മിസ്ഫിറ്റ് ആണെന്നാണ് തോന്നുന്നത്. അതെങ്ങനെയാ സാർ? എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് വലിയ സ്റ്റാറുകളെല്ലാം രാത്രി മുഴുവൻ പാർട്ടി എൻജോയ് ചെയ്തിട്ട് ഒരു രാവിലെ 4 മണിക്കൊക്കെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് താങ്കൾ ഷൂട്ടിങ്ങിന് വേണ്ടി ആ 4 മണിക്ക് പോകാറുണ്ടെന്നാണ് ഞാൻ കേട്ടത്. ചിലർ രാത്രി മുഴുവൻ എൻജോയ് ചെയ്യുമ്പോൾ ചിലരൊക്കെ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകണ്ടേ സാർ? സോ അതുകൊണ്ടാണ് ഞാൻ അതുപോലെ ഒരുപാട് തവണ നടക്കാറുണ്ട്. അതായത് ഞങ്ങൾ ഓരോരുത്തരും പരസ്പരം വേവ് ചെയ്തുകൊണ്ട് ക്രോസ് ചെയ്യും. അതായത് ഞാൻ ജിമ്മിലേക്ക് പോകുന്ന സമയത്തായിരിക്കും അവർ അവരുടെ വീട്ടിലേക്ക് വരുന്നത് തന്നെ. എനിക്ക് ഇതുപോലെ ഒരുപാട് തവണ നടന്നു. അങ്ങനെയാണെങ്കിൽ താങ്കൾ മാത്രം എന്തിനാണ് റിവേഴ്സ് ആയിട്ട് പോകുന്നത്? താങ്കളും എനിക്ക് എന്താ ഇങ്ങനെ തോന്നുന്നറിയില്ല. എനിക്കിവിടെ എന്നെ തെറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കാനാണോ വിടുന്നത് തോന്നുന്നു. നിങ്ങൾ കാശ് വാങ്ങാനും അവാർഡ് വാങ്ങാനും പിന്നെ ഇതുപോലുള്ള കാര്യങ്ങളും രാത്രി ലേറ്റായിട്ട് ഉറങ്ങാനും രാവിലെ ലേറ്റായിട്ട് വീട്ടിലേക്ക് പോകാനും ഇതൊക്കെയാണ് പറയുന്നത് സാർ. അത് പിന്നെ എനിക്ക് കുട്ടിക്കാലം മുതലേ ഒരു ശീലമുണ്ട്. അതായത് രാത്രി നേരത്തെ ഉറങ്ങുന്നതും രാവിലെ നേരത്തെ തന്നെ എഴുന്നേൽക്കുന്നതും. ആ ശീലം ഞാൻ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വരികയാണ്. ആൻഡ് ഞാൻ ഇൻഡസ്ട്രിയിൽ കുറച്ചു കാലം കൂടി ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. സോ ഈ കാര്യം ഞാൻ ഇനിയും തുടർന്നും ഫോളോ ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതിന് നിങ്ങൾ ഇതിനെ അൺഫിറ്റ് എന്നോ ഫിറ്റ് എന്നോ എങ്ങനെ പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. അതായത് മിസ്ഫിറ്റ് എന്ന് വെച്ചാൽ വലിയ വലിയ സ്റ്റാറുകളെല്ലാം വർഷത്തിൽ ഒരു സിനിമയാണ് അവർ ചെയ്യുന്നത്. 200 കോടി 300 കോടി അവർ സമ്പാദിക്കുന്നു. പക്ഷെ താങ്കൾ ഒരു വർഷത്തിൽ 4 സിനിമകളാണ് ചെയ്യുന്നത്. സാർ അത് ഇടയ്ക്കൊക്കെ അങ്ങനെ നടക്കാറുണ്ട്. എനിക്ക് ഒരു സിനിമ പൂർത്തിയാക്കാൻ എത്ര ദിവസം വേണമെന്നാൽ അത് ഏകദേശം എത്ര ദിവസം എടുക്കാറുണ്ട്? ഏകദേശം 35 മുതൽ 40 ദിവസം വരെ ആവും. അങ്ങനെ ആ സിനിമ തീരും. പക്ഷെ ഒരു വർഷം 365 ദിവസം ഉണ്ടല്ലോ. ഒരു 4 സിനിമയ്ക്ക് 40 ദിവസം വെച്ച് കണക്ക് കൂട്ടിയാലും 40നെ 4 കൊണ്ട് ഗുണിച്ചാൽ എത്ര ദിവസം വരും? 160 ദിവസം. 365-ൽ നിന്ന് 160 കുറച്ചാലോ എത്രയാ? 205. 205 ദിവസം ബാക്കിയാണ്. എന്താ സാറേ, വേണമെങ്കിൽ ഇനിയൊരു 5 സിനിമ കൂടി എടുത്തൂടെ? ദേ ഇവർ എന്നോടൊരു വർഷം 9 സിനിമകൾ എടുക്കാനാ പറയുന്നത്. ഇപ്പോഴും ഞാൻ സ്ലോ ആണ്. പക്ഷെ മറ്റുള്ളവർ തങ്ങളുടെ റോളിന് വേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന വെച്ചാൽ 2 ആഴ്ച മൊത്തം റൂമിനകത്ത് പോയി അടച്ച് ഏത് റോളിന് താൻ ഫിറ്റ് ആകണമോ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യും. അതുപോലെ ഏത് റോളാണ് ഉള്ളതെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കങ്ങനെ ഒരു ആവശ്യം വന്നിട്ടില്ല. പിന്നെ എനിക്ക് ഏത് റോളാണോ കിട്ടുന്നത് അത് ഞാൻ മുഴുവനായിട്ടും ചെയ്യും. പിന്നെ ഞാൻ എൻ്റെ ഡയറക്ടറിനെ ഫോളോ ചെയ്യും. പിന്നെ എനിക്ക് വല്ല പ്രോബ്ലം വരികയാണെങ്കിൽ അതെപ്പോഴും ഈ ആദ്യത്തെ ദിവസങ്ങളിൽ മാത്രമേ വരാറുള്ളൂ. ആദ്യത്തെ ദിവസം നമ്മളൊരു ക്യാരക്ടർ ചെയ്യുകയാണെങ്കിൽ അതുമായിട്ട് അഡാപ്റ്റ് ആവാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അതെനിക്ക് കുറച്ച് ഓക്വേർഡായിട്ടാണ് തോന്നാറ്. പിന്നെ സെക്കൻഡ് തേർഡ് ഡേയിലൊക്കെ നമ്മൾ ആ ക്യാരക്ടറായിട്ട് അങ്ങ് അഡാപ്റ്റ് ആവും. നമ്മൾ ആ ക്യാരക്ടറായിട്ട് മാറും. പിന്നെ എല്ലാം അങ്ങ് സിങ്ക് ആയിക്കോളും. പല ഡയറക്ടേഴ്സും ഉണ്ട്, എന്നോട് പേര് ചോദിക്കാൻ പാടില്ല. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അക്ഷയ് കുമാർ ധാരാളം റോളുകൾ ചെയ്യും, പക്ഷേ അദ്ദേഹത്തിന് ഒരു റോളും ഓർമ്മയിൽ ഉണ്ടായിരിക്കില്ലെന്നാണ് അവർ പറയുന്നത്. ഡയലോഗ് ഓർമ്മയിൽ കാണില്ല, ആരെങ്കിലുമൊക്കെ പ്രോംപ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന്. അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അതെങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ചില സമയങ്ങളിൽ നടക്കാറുണ്ട്. അതായത് ഞാൻ എപ്പോഴെങ്കിലും ഡയലോഗ് മറക്കുകയാണെങ്കിൽ ആരോടെങ്കിലും അത് പ്രോംപ്റ്റ് ചെയ്യാൻ പറയും. ഇതുവരെ റീടേക്ക് എടുക്കാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടാവുമോ? പക്ഷേ ഞാൻ മാക്സിമം റീടേക്ക് പോകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കും. അതായത് പ്രോംപ്റ്റിംഗ് ചെയ്യുന്നതിലൂടെ ടെക്നീഷ്യൻസിന്റെ ജോലിഭാരവും പിന്നെ ജോലി സമയവും കുറയുന്നുണ്ടെങ്കിൽ ഇത്രയും പ്രോഫിറ്റ് കിട്ടുന്നതിൽ എന്ത് തെറ്റാണുള്ളത് സാർ? അതുകൊണ്ടാണോ താങ്കൾ ഇത്രയും വേഗത്തിൽ ജോലിയൊക്കെ ചെയ്യുന്നത്? ധാരാളം ജോലികൾ ചെയ്ത് ധാരാളം പണം സമ്പാദിക്കാൻ വേണ്ടി. ഇതിനൊക്കെ ഒരുപാട് സമയമുണ്ട്. ഈ പറയുന്നത് പോലൊന്നും അല്ല കാര്യങ്ങൾ. പിന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, നന്നായിട്ട് കേട്ടോളൂ. അതായത് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വെച്ച് ഒരു കണക്ക് അവതരിപ്പിക്കാം. നിങ്ങൾക്കറിയാലോ മിഷൻ ഇമ്പോസിബിൾ പടത്തെ പറ്റി, ടോം ക്രൂസിൻ്റേത്. അദ്ദേഹം എത്ര ദിവസം കൊണ്ടാണ് അതിന്റെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയെന്നറിയോ? 42 days. അതെ, വെൻ ഹി ഷൂട്ട്സ് മിഷൻ ഇമ്പോസിബിൾ പോലൊരു പടം 40 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റുമെങ്കിൽ then why should I take 100 days 90 days to complete a film? ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളതിന് മറുപടി പറയണം. നിങ്ങളൊരു ടൈലറുടെ അടുത്ത് പോകുന്നു. ടൈലറുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ പറയുന്നു നിങ്ങൾക്കൊരു ഷർട്ട് തയ്ച്ചു തരണോ എന്ന്. അദ്ദേഹം പറയും അപ്പോൾ അതിന് 4 മീറ്റർ തുണി വേണമെന്ന്. കറക്റ്റ് അല്ലേ? 4 മീറ്റർ തുണി വേണ്ടി വരില്ലേ? 2 മീറ്റർ മതിയാവും. അതെ, മെലിഞ്ഞവർക്ക് 2 മീറ്റർ തുണി ആയാലും മതിയാവും, അത് കുഴപ്പമില്ല. പക്ഷേ അയാളൊരു മുഴുവൻ ബണ്ടിലും ഉപയോഗിച്ചുകൊണ്ടേ ഷർട്ട് തയ്ക്കുമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും?
അദ്ദേഹം ഒരു നല്ല ടൈലർ ആണോ? ഏതൊരു പടത്തിനും ഒരു ബഡ്ജറ്റ് ഉണ്ടാവും, അതിനനുസരിച്ച് വേണം അത് പൂർത്തിയാക്കാൻ. ഐ എം ഷുവർ നിങ്ങളുടെ ഷോ നടക്കുന്നുണ്ടെങ്കിൽ അതിനൊരു ബഡ്ജറ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് ഇതിനു വേണ്ടി ഒരുപാടൊന്നും ചെലവാക്കാൻ പറ്റില്ലല്ലോ. പിന്നെ 1 മണിക്കൂർ മാത്രം ദൈർഘ്യമുള്ളൊരു ഷോ 3 മണിക്കൂർ നേരമോ 4 മണിക്കൂർ നേരമോ സൈഡിലും മേലെയും ഒക്കെ ഷോട്ട് വെച്ചുകൊണ്ട് പിന്നെ 360യിൽ ഷോട്ട് എടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പല ഷോട്ടുകൾ എടുത്താൽ ജീവിതകാലം മുഴുവൻ ഇവിടെ തന്നെ ഇരിക്കേണ്ടി വരും. പിന്നെ ഈ ഹോളിവുഡ് ഫിലിംസ് ഉണ്ടല്ലോ, അതൊക്കെ 40, 45, 50 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ നമ്മൾ മാത്രം എന്തിനാ 150 ദിവസം ഒരു സിനിമ പൂർത്തിയാക്കാൻ എടുക്കുന്നത്? അപ്പോ ഇത് സത്യമാണോ താങ്കൾ പറഞ്ഞ ഈ ടൈലർ എക്സാമ്പിൾ പോലെ? അതെ. അക്ഷയ് കുമാർ തന്റെ പ്രൊഡ്യൂസറോട് പറയാറുണ്ട്, എന്റെ 80% പേയ്മെന്റ് ആദ്യം തന്നേക്ക്, അതിനുശേഷമുള്ളത് പടം ഓടി അല്ല അല്ല തന്നാ അല്ല മതി അതൊരു എന്ന്. തെറ്റായ കാര്യമാണ്. കാരണം എല്ലാ സിനിമകളും ഞാൻ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തത്. ചിലപ്പോൾ ഞാൻ എന്നോട് തന്നെ കണ്ണാടിയിൽ നോക്കി സംസാരിച്ചിട്ടുണ്ടാവും. എല്ലാ പടങ്ങളും എന്റേതാണ്. എയർ ലിഫ്റ്റ് എന്റേതാണ്, റുസ്തം എന്റേതാണ്. എല്ലാ സിനിമയിലും 4 പ്രൊഡ്യൂസേഴ്സ് ഉണ്ടല്ലോ. 4 പ്രൊഡ്യൂസറൊന്നും ഇല്ല സാർ, എല്ലാം ഞാൻ തന്നെയാണ്. ബാക്കിയുള്ളവർ, അതായത് പേരിന് ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഉണ്ടാവും, പിന്നെ ഒരുപാട് സ്റ്റുഡിയോകൾ ഉണ്ടാവും. അവരോടൊക്കെ കാശ് വാങ്ങാൻ വേണ്ടി പിന്നെയാണ് ഞങ്ങൾ അതായത് കണ്ടുമുട്ടാറ്. പണം ഇടുന്നത് താങ്കളാണ്. എന്റേത് മാത്രമാണ് സാർ, എന്റേത് മാത്രമാണ്. ഇതോർത്ത് നിങ്ങൾ ആരും തന്നെ ടെൻഷൻ ആവേണ്ടതില്ല. കാരണം ഇത് കാരണം വേറെ ആരും ബാധിക്കപ്പെടാൻ പോകുന്നില്ല. ഒന്നുകൂടി പറയണമെങ്കിൽ ഒരു 5-6 വർഷം മുന്നേ തന്നെ ഞാൻ എൻ്റെ ഒരുപാട് പടങ്ങളെ, ഏകദേശം 90% പടങ്ങളും ഞാൻ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോ താങ്കൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, താങ്കൾ തന്നെ act ഞാൻ ചെയ്യുന്നു, പണം അപ്പോ മുടക്കി കിട്ടുന്ന ഞാൻ പൈസ സമ്പാദിച്ച് എല്ലാം ഞാൻ തന്നെ കൊണ്ടുപോകും. ഓക്കെ. ഓഡിയൻസിൽ നിന്ന് ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? സാർ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. സാർ, ആ ബുൽബുലിയ സിനിമയിൽ വിൻഡോയിൽ നിന്ന് പറഞ്ഞില്ലായിരുന്നോ, कि मैंने पहले खटाया फिर बढ़ाया? ഒരു പ്രാവശ്യം കൂടി അതൊന്ന് ചെയ്ത് കാണിക്കാമോ സർ? ഇതൊക്കെ എങ്ങനെയാ എനിക്ക് ഓർമ്മയുണ്ടാവുക? 2 ലൈൻ സർ. ഞാൻ ഇന്നലെ രാത്രി എന്താ കഴിച്ചതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. അതൊക്കെ എങ്ങനെയാണ് എൻ്റെ ഓർമ്മയിൽ ഉണ്ടാവുക? അങ്ങനെയാണെങ്കിൽ ഈ സീക്രട്ട് താങ്കൾ പറയണം. മറ്റുള്ള ആർട്ടിസ്റ്റുകൾക്ക് ഒരു സിനിമ ചെയ്യാൻ 100-150 ദിവസം ആവശ്യമുണ്ട്. താങ്കൾ എങ്ങനെയാണ് 30-35 ദിവസത്തിനുള്ളിൽ പടം തീർക്കുന്നത്? സാർ, എനിക്ക് ബാക്കിയുള്ളവരെ പറ്റിയൊന്നും അറിയില്ല. എനിക്ക് ഒരു കാര്യം മാത്രമേ അറിയൂ. കറക്റ്റ് സമയത്ത് വന്ന് കറക്റ്റ് സമയത്ത് ഷൂട്ടിംഗ് തുടങ്ങി കറക്റ്റ് സമയത്ത് ഷൂട്ടിംഗ് അവസാനിപ്പിച്ചാൽ, അതായത് അങ്ങനെ ചെയ്താൽ ഒരു സിനിമ പൂർത്തിയാക്കാൻ ഒരിക്കലും 40-45 ദിവസങ്ങൾക്ക് മേലെ എടുക്കില്ല. ആ കാര്യത്തിൽ എനിക്ക് 100% കോൺഫിഡൻസ് ഉണ്ട്. നിങ്ങൾ വേണമെങ്കിൽ കണക്ക് കൂട്ടി നോക്കൂ. അതായത് നോക്കുകയാണെങ്കിൽ, അതായത് നിങ്ങൾ 2.5 മിനിറ്റ്, 2.5 അല്ലെങ്കിൽ 3 മിനിറ്റ് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ വെറും 2.5-3 മിനിറ്റ്, അപ്പോൾ 50 ദിവസം കൊണ്ട് എത്ര മിനിറ്റായി? 150 മിനിറ്റ്. അപ്പോൾ 2.5 മണിക്കൂറുള്ളൊരു സിനിമയായില്ലേ? ഒരു ദിവസം 3 മിനിറ്റ് റൺ ടൈമെങ്കിലും എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് നാണക്കേടാണ്. പിന്നെ ഈ പണി നിർത്തുന്നതാണ് നല്ലത്. നിങ്ങൾ 40 മിനിറ്റ് മാത്രമേ ഷൂട്ട് ചെയ്യുന്നുള്ളൂ, പക്ഷേ 1 അവർ പ്രോഗ്രാം നടത്തുന്നു. ഒരു കാലത്ത് ആർട്ടിസ്റ്റുകൾ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് വെച്ചാൽ, അവർ അടുത്ത ദിവസമാണ് ഷൂട്ടിങ്ങിന് ജോയിൻ ചെയ്യുന്നത്. അത് രാജേഷ് ഖന്ന ആണെങ്കിലും ശരി, ഗോവിന്ദ ആണെങ്കിലും ശരി, ശത്രു സാർ ആണെങ്കിലും ശരി, രാവിലെ ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ അവരെല്ലാം വൈകിട്ടാണ് അവിടെ എത്തുന്നത്. പക്ഷേ എന്നാലും സിനിമ എടുത്തോണ്ടല്ലേ ഇരുന്നത്. അതെ, അപ്പോഴും എടുത്തോണ്ട് തന്നെ ഇരുന്നത്. പക്ഷേ അതിന് ടൈമും ഒരുപാടാവുമല്ലോ. ആ സമയത്ത് 2-2.5 വർഷമൊക്കെ എടുക്കും. പിന്നെ പ്രൊഡ്യൂസർ അദ്ദേഹത്തിന്റെ ആഭരണങ്ങളൊക്കെ വിൽക്കേണ്ടി വന്നു. അതായത് ഭാര്യയുടെ കെട്ടുതാലി വിറ്റു, പിന്നെ അദ്ദേഹത്തിന്റെ സ്ഥലം വിറ്റു. അങ്ങനെ ഒരുപാട് സമയം എടുത്തു സാർ. അതായത് പടം എടുക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു സിനിമ ഫ്ലോപ്പ് ആവാൻ പാടില്ല എന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ കറക്റ്റ് സമയത്ത് ഒരു സിനിമ എടുത്തു തീർത്തു എന്ന് കരുതുക, അങ്ങനെയാണെങ്കിൽ ആ സിനിമ ഒരിക്കലും ഫ്ലോപ്പ് ആവാൻ സാധ്യതയില്ല. നമ്മുടെ സിനിമകൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഫ്ലോപ്പ് ആവില്ല, ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല. താങ്കളുടെ ഈ ഡിസിപ്ലിൻ വളരെ നന്നായിട്ടുണ്ട്. ഫിലിം ഇൻഡസ്ട്രിയിലുള്ള മറ്റുള്ളവർ ഇത് പഠിക്കുമെന്നാണ് തോന്നുന്നത്. ഇപ്പൊ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ അക്ഷയ് കുമാറിനോടുള്ള ചോദ്യങ്ങൾ തുടരുന്നതായിരിക്കും. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി സൂപ്പർ സ്റ്റാർ അക്ഷയ് കുമാർ ആണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ അക്ഷയ് കുമാറിന്റെ മേലുള്ള കുറ്റാരോപണം, ഇദ്ദേഹം കാലം മാറുന്നതനുസരിച്ച് മൊത്തമായി മാറി എന്നുള്ളതാണ്. അക്ഷയ്, ഇത് സത്യമാണോ? താങ്കൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ടീച്ചറിനെ പ്രേമിച്ചെന്നുള്ള കാര്യം? അതെ സാർ, സത്യമാണ്. എന്റെ അഭിപ്രായത്തിൽ ഇവിടെ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ആരും വ്യത്യസ്തരാവാൻ സാധ്യതയില്ല. നിങ്ങൾക്കും ആദ്യം പ്രേമം തോന്നിയത് ഒരു ടീച്ചറോടായിരിക്കും. പിന്നെ താങ്കൾ എങ്ങനെയുള്ള ബോയ് ഫ്രണ്ട് ആണെന്ന് വെച്ചാൽ താങ്കളുടെ ഹോംവർക്ക് അവരെ വെച്ച് എഴുതി. സോറി, അല്ല, താങ്കൾ എങ്ങനെയുള്ള ബോയ് ഫ്രണ്ട് ആണെന്ന് വെച്ചാൽ താങ്കളുടെ സ്കൂൾ ഹോംവർക്ക് അവരെ വെച്ച് എഴുതിയത്. ബോയ് ഫ്രണ്ടോ? ടീച്ചറെ കൊണ്ട് ചെയ്യിപ്പിക്കാനോ? ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു. അപ്പോ കുറേയേറെ പെൺപിള്ളേരുണ്ടായിരുന്നു. അത് പിന്നെ, അതായത് വേറെയും പെൺകുട്ടികളുണ്ടായിരുന്നു. അവരെ കൊണ്ട് ഞാൻ ഹോംവർക്ക് ചെയ്യിപ്പിച്ചു. പിന്നെ ടീച്ചറും എന്നോട് ഓക്കെ പറഞ്ഞില്ല.
ടീച്ചറോട് ഒരു ദിവസം ഒരു ദിവസം എൻ്റെ അടുത്തിരുന്ന പയ്യനോട് ഞാൻ പറഞ്ഞു, ഐ ലവ് ദിസ് ടീച്ചർ, ഐ വാണ്ട് ടു മാരി ഹെർ എന്ന്. അന്ന് എനിക്കൊരു 7-8 വയസ്സ് കാണും സാർ. അതിൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ. ആദ്യ പ്രണയം ടീച്ചറോട് തോന്നുന്നത് സ്വാഭാവികമാണ് സാർ. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ആൻ ഇന്നസെന്റ് ലവ്. ഇന്നസെന്റ് ലവ് 7-8 വയസ്സിൽ തന്നെ സ്റ്റാർട്ടായോ? അതെ, തുടങ്ങി സാർ. സാർ, ഞാൻ ഉറപ്പിച്ച് പറയുന്നു സാർ, നിങ്ങൾക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും. ആ കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുന്നു സാർ. ഒരുപക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ അതിലെന്തോ ഒരു കുഴപ്പമുണ്ട്. പിന്നെ ഫിലിം ഇൻഡസ്ട്രിയിൽ താങ്കൾ വന്നതിന് ശേഷം വളരെ ചർച്ചകളൊക്കെ തുടങ്ങി. അതെ, തീർച്ചയായിട്ടും. ഐ എം ഓൾവേസ് ആൻ ഹോട്ട് ബ്ലഡഡ് മാൻ. വൈ നോട്ട്? ഇതും ജനങ്ങൾക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. തൂ ചീസ് പഠിക്കുകയും മസ്ത് മസ്തുക എന്നുള്ള രവീന ടാൻഡറിനോടൊപ്പം, പിന്നെ ശില്പ ഷെട്ടിയോടൊപ്പം അതെ, ചുരാക്കി ദിൽമേര. അതെ. അതെങ്ങനെ കല്യാണത്തിന് ശേഷമാണോ മൊത്തത്തിൽ മാറിയത്? തെറ്റുപറ്റിപ്പോയി. ഇപ്പൊ നോക്കിയാൽ ഞങ്ങൾക്ക് 2 കുട്ടികളുണ്ട്. ഐ ആം വെരി ഹാപ്പിലി മാരീഡ്. ആൻഡ് അങ്ങനെ എല്ലാവരിലും ഒരു മാറ്റം ഉണ്ടായേ മതിയാവൂ. ഫോർ ഗുഡ്. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻ ടു മീ. എനിക്കും അത് തന്നെയാണ് സംഭവിച്ചത്. സോ മാറുക എന്നത് ഒരു അനിവാര്യതയാണ്. പിന്നെ ഒന്നുകൂടി പറയുകയാണെങ്കിൽ, ഇതിനു മുൻപ് താങ്കളുടെ ഹീറോയിൻസിനൊപ്പമാണ് താങ്കളുടെ റൊമാൻസ് കഥകളൊക്കെ വന്നത്. ഇപ്പോ ഹീറോയിൻസിനൊപ്പം വഴക്കുണ്ടാക്കുന്ന കഥകളാണ് വരുന്നത്. പ്രിയങ്ക ചോപ്രയോടൊപ്പം എന്തോ വഴക്കുണ്ടായെന്നാണ്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. നിങ്ങൾക്ക് ആരെ വാർത്തയൊക്കെ നൽകിയത്? ഒരുപക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവരോടൊപ്പം ഒരു പടവും സൈൻ ചെയ്യാത്തത്? ഇല്ല, എനിക്ക് അങ്ങനെ ഒരു പടവും വന്നിട്ടില്ല. ഞാൻ അവരുടെ കൂടെ ഒരു 4-5 സിനിമകൾ ഒന്നിച്ച് ചെയ്തിട്ടുണ്ടാവും. വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഞാൻ അവരുടെ കൂടെ സിനിമ ചെയ്യില്ല എന്നൊന്നുമില്ല. ഞാൻ എല്ലാവരുടെ കൂടെയും സിനിമ ചെയ്തിട്ടുണ്ട്. റാണി മുഖർജി ഒഴികെ ബാക്കി എല്ലാവരുടെ കൂടെയും സിനിമ ചെയ്തിട്ടുണ്ട്. അല്ല, ആ പഴയ കാര്യങ്ങളൊക്കെ വിട്ടേ. അല്ല, ഞാൻ ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. ഒരുപക്ഷെ താങ്കൾക്ക് പ്രിയങ്ക ചോപ്രയോടൊപ്പം അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടിയാൽ തീർച്ചയായിട്ടും ചെയ്യും. അതിലെന്താ ഇത്ര പ്രശ്നം? ഇത് കേട്ടാൽ അവര് വളരെയധികം സന്തോഷപ്പെടും. അങ്ങനെയാണോ? പിന്നെ ഈ കാര്യവും ഞാൻ അറിഞ്ഞു, ഫറാഖ് ഖാനോടൊപ്പം താങ്കൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്നുള്ളത്. ഫറാഖ് ഖാന്റെ കൂടെയും എനിക്ക് ഈ പ്രോബ്ലങ്ങളൊന്നും തന്നെ ഇല്ല. ഷീസ് എ വെരി ഡിയർ ഫ്രണ്ട് ഓഫ് മൈൻ. ആൻഡ് അവരുടെ സഹോദരൻ സാജിദ് എൻ്റെ അടുത്തൊരു സുഹൃത്തു കൂടിയാണ്. സോ ഒരു പ്രോബ്ലവും ഇല്ല സർ. ഏക്താ കപൂറിന് താങ്കളോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടായിരുന്നു? എന്ത്? ഏക്താ കപൂർ എപ്പോഴാണ് ദേഷ്യപ്പെട്ടത്? ഇന്ന് നമുക്കൊരു കാര്യം ചെയ്യാം. ഏക്താ കപൂറിനെ ഒന്ന് വിളിച്ചു നോക്കാം. എന്താ? നമുക്ക് നോക്കാം ഇദ്ദേഹത്തിന് വാർത്ത നൽകുന്നയാളാണോ ശരി, അതല്ല ഞാൻ പറയുന്നതാണോ ശരിയെന്ന്. ഫറാഖ് ഖാനെയും വിളിച്ചു നോക്കാം, പ്രിയങ്ക ചോപ്രയും വിളിച്ചു നോക്കാം. സാർ, നമുക്ക് ഫോൺ ചെയ്താലോ? ഈ ന്യൂസൊക്കെ മാഗസീനിൽ വന്ന അതിങ്ങ് തന്നെ സാർ. ഈ മാഗസീൻ ഞാൻ ചവറ്റുകൊട്ടയിൽ എറിയട്ടെ? ഞാൻ കാര്യമായിട്ട് ചോദിച്ചതാ. ഇതൊക്കെ വെറും വേസ്റ്റ് ആണ് സാർ. ഇവർ കാരണം എത്ര കുടുംബങ്ങളാണ് തകർന്നതെന്ന് അറിയാവോ? ഞാൻ പറഞ്ഞത് സത്യമാണ്. അവർക്ക് എപ്പോൾ വേണേലും എന്ത് വേണമെങ്കിലും എഴുതാം സാർ. അപ്പൊ ഈ മാഗസീന് കുടുംബജീവിതം തന്നെ ഇല്ലാതാക്കാൻ കഴിയുമെന്ന് താങ്കൾക്ക് തോന്നിയോ? അതിനൊരു സാധ്യതയുമില്ല. എന്റെ വീട്ടിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇത് വേറൊരു തമാശ പുസ്തകം മാത്രമാണ്. പക്ഷേ ഇതെങ്ങനെ താങ്കൾ പക്ഷെ താങ്കളുടെ പേഴ്സണൽ ഹിസ്റ്ററി നോക്കുമ്പോൾ 100 എലികളെ കഴിച്ചിട്ട് പൂച്ച ഹജ്ജിന് പോയ കഥ പോലെയാണ് തോന്നുന്നത്. അങ്ങനെയെങ്കിലും ഹജ്ജിന് പോയല്ലോ. ഹജ്ജിന് പോയി. 100 എലിയെ തിന്നിട്ടാണെങ്കിലും ഹജ്ജിന് പോയല്ലോ സാർ. ഇതിലെന്താ ഇത്ര തെറ്റ്? മനുഷ്യന്റെ തെറ്റുകൾ പൊറുക്കാൻ വേണ്ടിയിട്ടല്ലേ ഹജ്ജിന് പോകുന്നത്. അതല്ല മുന്നേ തന്നെ പോവോ? സാരമല്ല, താങ്കൾ അംഗീകരിച്ചല്ലോ. ഇപ്പൊ ചോദ്യം ചോദിക്കണം സാർ. സാർ, എനിക്ക് നിങ്ങളോട് ഇന്നൊരു ചോദ്യമുണ്ട് സാർ. ശരി, ചോദിക്കൂ. രജത് സാർ പെർമിഷൻ തരികയാണെങ്കിൽ അദ്ദേഹത്തെ ഇവിടെ ഇരുത്തിയിട്ട് എനിക്ക് ഒരു 3 ചോദ്യങ്ങൾ ചോദിച്ചാൽ കൊള്ളാമെന്നുണ്ട്. താങ്കൾ അവിടെ തന്നെ ഇരുന്നു കൊണ്ട് തന്നെ ചോദ്യം ചോദിക്കും. ജീവിതത്തിൽ പലരുടെ ആഗ്രഹം എന്നോട് ചോദ്യം ചോദിക്കണം എന്നുള്ളതാണ്. സാർ ഞാൻ എഴുന്നേറ്റ് നിന്ന് ചോദിക്കട്ടെ? താങ്കൾ ഇരുന്നുകൊണ്ട് തന്നെ ചോദിക്കാമല്ലോ. അപ്പോഴേ ഫീൽ വരൂ സാർ. സാർ, കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് TV കാണണമെന്നത് ഒരു വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ ഒരുപാട് തവണ നിങ്ങളെ നിങ്ങളുടെ അയൽവാസി അവരുടെ വീട്ടിൽ ചെന്ന് TV കാണാൻ അനുവദിച്ചില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോയിട്ട് പറയും, ഡാഡി ഇതൊന്നും ശരിയായിട്ട് തോന്നില്ല എന്ന്. അപ്പോൾ ഡാഡി പറഞ്ഞു, നീ TV-യിൽ വരുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണിക്കണോ എന്ന്. ഇത് സത്യമാണോ സാർ? താങ്കൾ പറഞ്ഞത് ശരിയാണ്. അതായത് ഞങ്ങളൊരു വീട്ടിൽ താമസിച്ചു. കോളനിയിൽ ഞങ്ങൾ ഏത് വീട്ടിലാണോ താമസിച്ചത് ആ വീട്ടിൽ TV ഇല്ല, വെള്ളമില്ല, കറണ്ടില്ല. പിന്നെ ചില സമയങ്ങളിൽ നല്ല ആഹാരം പോലും ലഭിക്കില്ല. പക്ഷേ TV കാണാൻ വേണ്ടി ഞങ്ങൾ അയലത്താണ് പോകുന്നത്. ജെയിൻ സാറിൻ്റെ വീട്ടിൽ, അവിടെയാണ് കാണുന്നത്.
പിന്നെ അക്കാലത്ത് പകുതി സിനിമ സാറ്റർഡേ വരും, ബാക്കി പകുതി സൺഡേയിലാണ് വരുന്നത്. സോ പകുതി പടം സാറ്റർഡേ കണ്ടു, ബാക്കി ഭാഗം കാണാൻ ഞായറാഴ്ച ചെന്നപ്പോൾ അവര് ഡോർ ലോക്ക് ചെയ്തു. തിരിച്ച് ഞാൻ കരഞ്ഞുകൊണ്ടു വന്നപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചു എന്താടാ സംഭവിച്ചതെന്ന്. ഞാൻ പറഞ്ഞു ഷഹീദ് ഭഗത് സിംഗിന്റെ സിനിമയാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്, അത് പകുതിയിൽ വെച്ച് കാണാൻ പറ്റിയില്ലെന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു മറ്റൊരാളുടെ വീട്ടിൽ മൂന്നാമത് മനുഷ്യനായിട്ട് ടി വി കാണാൻ പോകുന്നില്ലേ, നിനക്ക് കഴിവുണ്ടെങ്കിൽ ടി വിയിൽ മറ്റുള്ളവർ നിന്നെ കാണുന്നത് പോലെ ചെയ്യാൻ അദ്ദേഹം പറഞ്ഞു. താങ്കൾക്ക് കിട്ടിയ ഈ ന്യൂസ് കറക്റ്റ് തന്നെയാണ്. കൊള്ളാം, എനിക്ക് വാർത്ത തന്നാൾ സത്യസന്ധന. സർ 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 നിങ്ങൾക്ക് നേരെ ഈ ഒരു അലിഗേഷൻ നിലനിൽക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ സ്റ്റിംഗ് ഓപ്പറേഷൻ കാരണം ഞങ്ങളുടെ ബോളിവുഡ് മൊത്തം പേടിച്ച് നിൽക്കുകയാണ്. സർ നിങ്ങൾ എന്തിനാണ് സർ ഞങ്ങളുടെ ബോളിവുഡുകാരെ ഇങ്ങനെ പേടിപ്പിക്കുന്നത്? ബോളിവുഡിലുള്ളവർ പേടിക്കുന്ന രീതിയിൽ ഒരു കാര്യം എന്താണ് ചെയ്യുന്നത്? ഞാൻ എൻ്റെ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള സുഹൃത്തുക്കളോട് പറയാറുണ്ട്, ക്യാമറയില്ല, ഒന്നുമില്ല, സ്ട്രിംഗ് ഓപ്പറേഷനും ഇല്ല, പിന്നെ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ഓപ്പണായിട്ട് ജീവിക്കുന്നത് പോലെ. ഓക്കെ സർ. സർ നിങ്ങൾക്കെതിരെ മറ്റൊരു ആരോപണം കൂടിയുണ്ട്. വിത്തൗട്ട് എ ലോ ഡിഗ്രി യു ഹാവ് ബിക്കം എ ലോയർ ഓഫ് ദി നാഷൻ. ഈ ചോദ്യത്തിന് ഞാൻ എന്തുത്തരം നൽകാനാണ്? ജനങ്ങളാണ് എന്നെ മാറ്റിയെടുത്തത്. സോ ലോ ഡിഗ്രി ഇല്ലാതെ തന്നെ സാർ ഇപ്പോ ഒരു വലിയ ലോയറായി മാറിയിരിക്കുകയാണ്. ആൻഡ് ലോയർ ഓഫ് ദ നാഷൻ. സാർ മറ്റൊരു ചോദ്യം, ഒരു അലിഗേഷൻ കൂടിയുണ്ട്. നിങ്ങൾ മറ്റുള്ളവരുടെ പാന്റ് അഴിപ്പിക്കുന്നു, എന്നാൽ നിങ്ങൾ മാത്രം സ്യൂട്ട് ഇറ്റലിയിൽ നിന്ന് വരുത്തുന്നു. ജനങ്ങൾ എനിക്ക് നൽകിയ ഒരു ഉത്തരവാദിത്തമാണിത്. അതായത് ഒരാളുടെ ഷർട്ട് അഴിക്കണം, ഒരാളുടെ പാന്റ് അഴിക്കണം, മൊത്തം ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരണം. എന്നിട്ട് നിങ്ങൾ മാത്രം സ്യൂട്ട് ഇടണം. അതെ. പിന്നെ എനിക്ക് അറിയാവുന്നിടത്തോളം ഞാൻ ഇദ്ദേഹത്തിന്റെ എല്ലാ പ്രോഗ്രാമുകളും സ്ഥിരമായിട്ട് തന്നെ കാണാറുണ്ട്. പിന്നെ എല്ലാ പ്രോഗ്രാമുകളിലും ഇദ്ദേഹം പുതിയ ഡിഫറെന്റ് ഇറ്റാലിയൻ സ്യൂട്ടാണ് ധരിക്കാറ്. പിന്നെ ഇദ്ദേഹത്തിന്റെ എല്ലാ സ്യൂട്ടുകളും കാണാൻ വളരെ ഭംഗിയുള്ളതായിരിക്കും. സാർ ഇതൊക്കെ എവിടെ തയ്ക്കുന്നതാണ് സാർ? സാർ ഇതൊക്കെ ഇറ്റലിയിൽ നിന്നാണോ സാർ? ഇറ്റാലിയൻ സൂട്ടാണ്. താങ്കൾ പറഞ്ഞത് സത്യമാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. എന്റെ ചോദ്യങ്ങളൊക്കെ അവസാനിച്ചു സാർ. ഇനി നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ താങ്കൾ ഇത് പറയൂ, ജോണി LLBയിൽ താങ്കൾ വക്കീലായിട്ട് അഭിനയിച്ചു. ഇങ്ങനെയാണോ വക്കാലത്തിന് ആർഗ്യൂ ചെയ്ത് എന്നോട് ആർഗ്യൂ ചെയ്തത്? അല്ല സാർ, ഇത് ഒരു ഫ്രണ്ട്ലി നൈസ്ലി, അതായത് ഇതൊരു അലിഗേഷൻ ഒന്നും അല്ല. ജനങ്ങളോട് ഈ ഒരു കാര്യം പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, അത്രയേ ഉള്ളൂ. നിങ്ങൾ ശരിക്കും വാട്ട് യു ആർ ഡൂയിങ് വിത്ത് ദ നാഷൻ ആൻഡ് യു കോൾ ദ പീപ്പിൾ ഹിയർ, അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെയായിരിക്കും. അതായത് ഇവിടെ ഇരിക്കുന്നവരുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ പറ്റും ആ ചോദ്യത്തിൽ എന്തോ ഒരു കുഴപ്പമുണ്ട് എന്ന്. എന്തോ ഒരു പന്തികേട് അതിന്റെ പിന്നിലുണ്ട്. ആൻഡ് ഓഡിയൻസ് ആർ വെരി സ്മാർട്ട്. അവർക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. സോ ദാറ്റ് ആക്ച്വലി ഗീവ്സ് വെരി വെരി ഗ്രേറ്റ് ഔട്ട്. അതായത് മനുഷ്യർക്ക് മനസ്സിലാവും ഇതിന്റെ പിന്നിലുള്ള കഥ എന്താണെന്ന്. വളരെ സന്തോഷം. പക്ഷേ ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം. ആപ്കി അദാലത്ത് ഇത്രത്തോളം പ്രസിദ്ധമാകാൻ കാരണം ഇത് ഞാൻ കാരണമല്ല, ഇവിടെ വരുന്ന ഗസ്റ്റ് മുഖേനയാണ് ഇത് സംഭവിച്ചത്. ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം നൽകും. അതുപോലെ തന്നെ ഈ ജനങ്ങൾ ഇതിന് നൽകിയ സപ്പോർട്ടുമാണ് പ്രധാന കാരണം. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ അക്ഷയ് കുമാറിനോടുള്ള ചോദ്യങ്ങൾ തുടരുന്നതായിരിക്കും. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ അതിഥി ഫിലിം സ്റ്റാർ അക്ഷയ് കുമാറാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ അക്ഷയ് കുമാറിന്റെ മേലുള്ള കുറ്റാരോപണം, ഇദ്ദേഹം എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറയുന്നു എന്നുള്ളതാണ്. അക്ഷയ്, ദേശത്ത് എന്ത് സംഭവിച്ചാലും ശരി, ആദ്യം അതിന്റെ അഭിപ്രായം പറയാൻ വേണ്ടി താങ്കളാണ് എത്തുന്നത്. ബാംഗ്ലൂരിൽ സ്ത്രീകൾക്ക് എതിരായിട്ടുള്ള ഹറാസ്മെന്റ് നടന്നപ്പോൾ മൃഗങ്ങളെപ്പോലെ പ്രവർത്തിക്കാൻ പാടില്ലെന്ന് താങ്കൾ പറഞ്ഞു. അത് സത്യമാണ്. പക്ഷേ എല്ലാ കാര്യങ്ങളും ആവശ്യമില്ലാതെ പോയി തലയിടാറ്. സാർ, ഞാൻ ജീവിതത്തിൽ 2 കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ചിലപ്പോൾ ആ 2 കാര്യങ്ങളും അവർക്ക് തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടാവും. സാർ, രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരുപക്ഷെ സംസാരിച്ചില്ലെങ്കിൽ നിങ്ങളെപ്പറ്റി മീഡിയ തന്നെ പറയും അദ്ദേഹം ഒന്നും സംസാരിക്കുന്നില്ല എന്ന്. ഇനി സംസാരിച്ചാൽ അത് തെറ്റായിപ്പോയി എന്നും പറയും. നിങ്ങൾ തന്നെ പറ, നിങ്ങൾ എത്ര പേർ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഞാൻ സ്ത്രീകൾക്കെതിരെ സംസാരിച്ചതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? സാർ, ഒരു കാര്യത്തിനെ കുറിച്ച് നിങ്ങൾ വളരെ തെറ്റായിട്ട് സംസാരിച്ചു. സാർ, ഒന്നുകൂടി പറഞ്ഞേ. ബാംഗ്ലൂരിന്റെ സംഭവത്തിൽ അക്ഷയ് സാർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അത് നല്ല കാര്യമൊക്കെ ആയിരുന്നു. പക്ഷേ അബു അജ്മീനെ കുറിച്ച് പറഞ്ഞത് വളരെ മോശപ്പെട്ട ഒരു വാക്ക് തന്നെയായിരുന്നു. അതായത് സാർ, ആ സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ആയിട്ടുണ്ടായിരുന്നു സാർ? നിങ്ങൾ ഒരാൾക്ക് ഫേവറായിട്ട് സംസാരിക്കുന്ന സമയത്ത് പിന്നെ നിങ്ങൾ രാഷ്ട്രീയം പറയുമ്പോൾ. നോക്കൂ, ആ കാര്യത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും ആരെയും എതിർത്തുകൊണ്ടുള്ള ഒന്നല്ല. നമ്മൾ എല്ലാവരും മനുഷ്യരായതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയെ ബഹുമാനിക്കേണ്ടത് നമ്മളുടെ കടമയാണ്. പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞു, ഞാൻ കമൻ്റ് അടിക്കുന്നുണ്ടെന്ന്. ഞാൻ ഒരിക്കലും കമൻ്റ് അടിക്കാറില്ല. ഞാൻ സൊല്യൂഷനാണ് കൊടുത്തത്. ഞാൻ സൊല്യൂഷൻ കൊടുക്കാറുണ്ട്.
ഞാൻ എന്താണോ പറഞ്ഞത്, ഞാൻ ഇന്ന് ആർമിയെ പറ്റി പോലും ഒരു കാര്യം പറഞ്ഞു. അതിൽ ഞാൻ പറഞ്ഞത് ആരെയും കമന്റ് ചെയ്തുകൊണ്ടോ ഒന്നും തന്നെയല്ല. ഞാൻ അത് തെറ്റാണ്, ഇത് തെറ്റാണ് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ സൊല്യൂഷനാണ് കൊടുത്തത്. ഞാൻ ഇങ്ങനെ ഒരു കൂട്ടത്തിലുള്ള ഒരു മനുഷ്യനല്ല. ഒരാളെ പറ്റി സംസാരിച്ച് അതിൽ നിന്ന് തെറ്റ് കണ്ടുപിടിച്ച് നിങ്ങൾ ആ തെറ്റ് ചെയ്യുന്നു, ഈ തെറ്റ് ചെയ്യുന്നു, അവരങ്ങനെയാണ് ഇവരിങ്ങനെയാണ് എന്നൊന്നും അക്ഷയ്, ഞാൻ താങ്കൾ പറയാറില്ല. ഇതിനും കമന്റ് ചെയ്തിരുന്നു, അതായത് സർജിക്കൽ സ്ട്രൈക്കിനെ കുറിച്ചുള്ള കാര്യം. തീർച്ചയായും എനിക്കത് നന്നായിട്ട് തോന്നി. പിന്നെ സ്വച്ഛതാ അഭിയാനെ കുറിച്ചും താങ്കൾ അതും പറഞ്ഞു. വളരെ നന്നായിരുന്നു സാർ. സ്വച്ഛതാ അഭിയാൻ ഒരുപക്ഷെ ടെററിസ്റ്റുകൾക്ക് നേരെ അറ്റാക്ക് നടന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. എന്തുകൊണ്ട് നല്ലതല്ല? അതിലെന്താ ഇത്ര പ്രോബ്ലം ഉള്ളത്? പിന്നെ ഞാൻ എന്താ കരുതുന്നത് വെച്ചാൽ, ഞാൻ മാത്രമല്ല ഈ ലോകം തന്നെ ആഗ്രഹിക്കുന്നത് ടെററിസം ഇല്ലാതാവാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ തെറ്റായിട്ട് ഒന്നും തന്നെ ഇല്ല. അതെ, എനിക്കിതിൽ തെറ്റൊന്നും കാണാൻ കഴിയുന്നില്ല. പിന്നെ ഞാൻ വീണ്ടും പറയുകയാണ്, ഞാൻ കമന്റ് അടിക്കാറില്ല. ഞാൻ എല്ലാത്തിനുള്ള സൊല്യൂഷൻ മാത്രമാണ് പറയാറ്. ഈ സ്ത്രീയുടെ കാര്യം ഇവിടെ ചർച്ച ചെയ്യുമ്പോഴും ബാംഗ്ലൂർ നടന്നതിനെ പറ്റി ചർച്ച ചെയ്യുമ്പോഴും ഞാൻ ഒരു സ്കൂൾ നടത്തുന്ന ആളാണ്. നിങ്ങളുടെ വാർത്താ റിപ്പോർട്ടർ ചിലപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടാവില്ല. ഞാനൊരു സ്കൂൾ നടത്തുന്നുണ്ട്. എനിക്ക് സ്വന്തമായിട്ട് ഒരു സ്കൂളുണ്ട്. അവിടെ ഞാൻ പെൺകുട്ടികൾക്ക് ഫ്രീ ആയിട്ട് മാർഷൽ ആർട്സ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. 15,000 പെൺകുട്ടികൾക്ക് ബോംബെയിൽ ഞങ്ങൾ ഫ്രീ ആയിട്ട് മാർഷൽ ആർട്സ് പഠിപ്പിക്കുന്നു. പിന്നെ ഞാൻ ഇനിയും ഈ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് ഐ വുഡ് ലൈക്ക് ടു ഡു ഇറ്റ് മോർ. താങ്കൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ടായിരിക്കും ജനങ്ങൾ ഇങ്ങനെ പറയുന്നത്. അക്ഷയ്ക്ക് രാഷ്ട്രീയത്തിൽ വരാൻ ഇല്ല താല്പര്യം സാർ, എനിക്കതിൽ തീരെ താല്പര്യമില്ല. സത്യമായിട്ടുമില്ല. ഒരുപക്ഷെ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അന്ന് തന്നെ നിങ്ങൾ ഞാനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കണം. ഞാൻ ഒരിക്കലും രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പോകുന്നില്ല. എനിക്ക് രാഷ്ട്രീയത്തിൽ ഒരു താല്പര്യവുമില്ല സാർ. എനിക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ല. ഞാനിപ്പോൾ വളരെ സന്തോഷവാനാണ്. സിനിമ എടുക്കുന്നു, പൈസ ഉണ്ടാക്കുന്നു, പിന്നെ അതോടൊപ്പം രാജ്യത്തിന് വേണ്ടി എന്തൊക്കെ സേവനങ്ങൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യും. പക്ഷേ രാഷ്ട്രീയത്തിൽ മാത്രം എനിക്ക് താല്പര്യമില്ല. എത്രയോ ഫിലിം സ്റ്റാർസ് ഒക്കെ രാഷ്ട്രീയത്തിൽ വന്നിരുന്നു. അവരുടെ സിനിമകളൊക്കെ പീക്കിൽ പോയിരുന്നു. അത് സുനിൽ ദത്ത് ആണെങ്കിലും ശരി, രാജ് ബബ്ബർ ആണെങ്കിലും ശരി, അത് അമിതാഭ് ബച്ചൻ ആണെങ്കിലും ശത്രു സാർ ആണെങ്കിലും ശരി, ഇങ്ങനെ ധാരാളം പേര് വന്നിട്ടുണ്ടല്ലോ. താങ്കൾ എന്തുകൊണ്ട് വന്നുകൂടാ? പ്രശ്നമൊന്നും തന്നെ ഇല്ല. പക്ഷേ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് നടന്നാൽ ഒബ്വിയസ്ലി ഞാൻ 2 കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് സ്പോർട്സ് വിഷയത്തിൽ, പിന്നൊന്ന് ഹെൽത്ത് വിഷയത്തിൽ. ആ 2 കാര്യത്തിലും എനിക്ക് നല്ല നോളജ് ഉണ്ട്. അതിനെപ്പറ്റി എനിക്ക് നല്ല രീതിയിൽ അറിവുണ്ട്. ഒരുപക്ഷെ എനിക്ക് ഈ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയാൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്യും. അങ്ങനെയാണെങ്കിൽ സ്പോർട്സ് മിനിസ്റ്റർ ആകാനാണോ ആഗ്രഹം, അതോ ഹെൽത്ത് മിനിസ്റ്റർ? അല്ല, ഒരിക്കലും മിനിസ്റ്റർ ആവുന്നതിനെ പറ്റിയല്ല. എനിക്ക് ഈ വിഷയങ്ങളിൽ നല്ല അറിവുണ്ട്. എനിക്ക് ഒരുപാട് ചെയ്യാൻ പറ്റും. ഒരു മിനിസ്റ്റർ ആയിക്കൊണ്ട് ഇതൊക്കെ ചെയ്യണമെന്നുള്ള ആവശ്യം എനിക്കില്ല. നമുക്ക് ഒരു മിനിസ്റ്ററുമായിട്ട് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ അഭിപ്രായങ്ങൾ പറയാൻ പറ്റും. അങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് മിനിസ്റ്റർ ആവാൻ താല്പര്യമില്ല. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ മിനിസ്റ്റർ ആവാൻ ആഗ്രഹിക്കുന്നില്ല സാർ. അക്ഷയ് സാർ, നിങ്ങൾ ഈ പ്രോഗ്രാമിന് വന്നതിന് ശേഷം, നിങ്ങൾ ഫിലിംസിലൊക്കെ കണ്ടതിന് ശേഷവും നിങ്ങളെക്കുറിച്ച് ഒരളവിന് ഞങ്ങൾക്ക് അറിയാം. പക്ഷെ ഞാൻ ഒരു കാര്യത്തിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ മാത്രമല്ല, ഇവിടെയുള്ള മിക്കവാറുള്ള ആൾക്കാരും. അതെന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ 16ഓളം ഫിലിംസ് ഫ്ലോപ്പായി. ആ സമയത്ത് നിങ്ങൾ എങ്ങനെയായിരുന്നു അതൊക്കെ ഹാൻഡിൽ ചെയ്ത്? നിങ്ങൾ അതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്തു? അവസാനം നിങ്ങളെ എങ്ങനെയാണ് റീഫോം ചെയ്തെടുത്തത് സിനിമയിലൊക്കെ? നോക്കൂ, ഇതിലെ കാര്യം എന്താണെന്ന് വെച്ചാൽ, 16 ഫ്ലോപ്പുകൾക്ക് ശേഷവും എൻ്റെ അടുത്ത്, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അടുത്ത് ഒരുപാട് പടങ്ങൾ ഉണ്ടായിരുന്നു. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമകൾ, ഞാൻ പ്രൊഫഷണൽ ആയതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ സിനിമകൾ കിട്ടുന്നത്. എൻ്റെ ആക്ടിംഗ് ടാലൻറ്റ് കാരണമല്ല കിട്ടുന്നത്. ഈ ഒരു കാര്യത്തിൽ ഞാൻ വളരെ ഹോണസ്റ്റാണ്. പിന്നെ തീർച്ചയായും പ്രയാസം ഉണ്ടായിരുന്നു. സിനിമകളൊന്നും തന്നെ വിജയിച്ചില്ല. അതെന്നെ ഒരുപാട് ബുദ്ധിമുട്ടിലാഴ്ത്തി. പക്ഷേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ ബാങ്കോക്കിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് അവിടെ നിന്നാണ് ഞാൻ മാർഷൽ ആർട്സ് പഠിച്ചത്. അവിടെ നിന്ന് ഞാൻ സ്ട്രീറ്റ് ഫൈറ്റ്സും പഠിച്ചെടുത്തു. ഞാൻ അവിടെ തായ് ഫൈറ്റേഴ്സിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അതിലെത്രയോ ഫൈറ്റുകൾ ഞാൻ തോൽക്കും, പിന്നെ ഒരുപാട് പരിക്ക് പറ്റും. പക്ഷേ എത്രയൊക്കെ പരിക്ക് പറ്റിയാലും നമ്മൾ തളരാതെ എഴുന്നേറ്റ് നിൽക്കണം, അതാണ് പ്രധാനം. സോ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് തന്നെ സഞ്ചരിച്ചു. പിന്നെ എനിക്ക് ദൈവാനുഗ്രഹം കൊണ്ട് വീണ്ടും ഒരുപാട് സിനിമകൾ കിട്ടി. അങ്ങനെ ഞാൻ എൻ്റെ ജോലി കൃത്യമായിട്ട് തന്നെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റി. അക്ഷയ്, താങ്കളുടെ ജീവിതത്തിൽ താങ്കൾ പല പ്രശ്നങ്ങളെയും ഫേസ് ചെയ്തിട്ടുണ്ട്. താങ്കൾ സ്വർണ്ണ വ്യാപാരം നടത്തിയിട്ടുണ്ട്, ട്രാവൽ ഏജന്റായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്, പല രീതിയിലുള്ള ജോലികളും ചെയ്തിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും സക്സസ് ലഭിച്ചിട്ടുണ്ടോ? കുന്തൻ കടയ്ക്ക് വേണ്ടി ഒരുപാട് ജ്വല്ലറി വിൽക്കേണ്ടി വന്നു. ദില്ലിയിൽ നിന്ന് വാങ്ങി അതായത് ദില്ലി മാർക്കറ്റിൽ നിന്ന് വാങ്ങി എനിക്കത് ബോംബെയിൽ കൊണ്ടുപോയി വിൽക്കേണ്ടി വന്നു. അതിനുശേഷം കൽക്കട്ടയിൽ ഞാൻ ഒരു സ്പോട്ട് ബോയ് ആയിരുന്നു, അവിടെ ഒരു ട്രാവൽ ഏജന്റിന്റെ അടുത്ത്. അങ്ങനെ എനിക്ക് ഢാക്കയിലും ജോലി ചെയ്യാൻ പറ്റി. പിന്നെ ബാങ്കോക്കിൽ ജോലി ചെയ്തു. പിന്നെ ഞാൻ ബോംബെയിൽ മാർഷൽ ആർട്സ് സ്കൂള് ഞാൻ നടത്തി, ജനങ്ങൾക്ക് ട്രെയിനിങ് കൊടുത്തു. അതൊക്കെ എനിക്കൊരു വലിയ പോരാട്ടം തന്നെയായിരുന്നു. എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ താങ്കൾ ഒരു ഫിലിം സ്റ്റാർ ആകും, അത് ഇത്രത്തോളം വലിയൊരു സ്റ്റാർ ആകുമെന്ന്? ഇല്ല, ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല സാർ. ഇത് ശരിക്കും ഒരു വലിയ കാര്യമാണ്.
ഒരിക്കലും ഇതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഒരു തവണ ഞാൻ ദേഷ്യത്തിൽ അതായത് അച്ഛൻ എന്നെ ഒരു തവണ അടിച്ചിരുന്നു. കാരണം ഞാൻ പഠനത്തിലത്ര മിടുക്കനൊന്നും ആയിരുന്നില്ല. അദ്ദേഹത്തിനോട് ചോദിച്ചു, നീ പഠിച്ചില്ലെങ്കിൽ ഭാവിയിൽ ജീവിതത്തിൽ എന്താവാനാണ് നീ ആഗ്രഹിക്കുന്നതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കൊരു ഹീറോ ആവാനാ താല്പര്യമെന്ന്. ഞാനത് സീരിയസ് ആയിട്ടൊന്നും പറഞ്ഞതല്ലായിരുന്നു. എന്നാലും ഒരു തവണ അതായത് ചിലരൊക്കെ പറയാറില്ലേ വായിൽ സരസ്വതി വിളയാടിയെന്ന്. അതുകൊണ്ട് ചിലപ്പോൾ അതായിരിക്കും എനിക്കന്ന് സംഭവിച്ചത്. പിന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ അറിഞ്ഞു, അതായത് താങ്കൾ ഏത് ഭിത്തിയുടെ അടുത്ത് നിന്നാണോ ഫോട്ടോഷൂട്ട് എടുത്തത് ആ ഭിത്തിയുടെ പുറയിലുള്ള വീട് താങ്കൾ വാങ്ങിയെന്നാണ് കേട്ടത്. അതെ സാർ, അത് സത്യമാണ്. ആക്ച്വലി ഞാൻ ഫോട്ടോഷൂട്ട് അകത്ത് വെച്ച് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവിടുത്തെ വാച്ച്മാനോട് പറഞ്ഞിരുന്നു ആരെയും അകത്തോട്ട് വിടരുത് എന്ന്. അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. ആൻഡ് ഇതും ഒരു യാദൃശ്യമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ഇതിനെപ്പറ്റിയും ചിന്തിച്ചിട്ടൊന്നുമില്ല. അതായത് ആ വീട് ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ചിരുന്നില്ല, പക്ഷേ അതെനിക്ക് വാങ്ങാൻ പറ്റി. ഇതൊരു വളരെ യാദൃശ്യമായിട്ടുള്ള കാര്യമാണ്. എനിക്ക് അവിടെ തന്നെ വീട് വാങ്ങാൻ പറ്റി. ബാറ്റ്സ്മാൻ പഴയതാണോ അതോ മാറ്റിയോ? അങ്ങനെയല്ല. വാച്ച്മാന്റെ കാര്യം അതായത് ഇത് ഒരു 26-27 വർഷം മുന്നേ നടന്ന കാര്യമാണ്. അദ്ദേഹത്തിന് അന്നേ നല്ല പ്രായമുണ്ടായിരുന്നു. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലോ എന്ന് എനിക്കറിയില്ല. ജീവിതത്തിൽ യാദൃശ്ചികമായ കാര്യങ്ങൾ പലതും സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ യാദൃശ്ചികമായി നടന്നതാണോ രാജേഷ് ഖന്നയുടെ അടുത്ത് ജോലി? അതെ സാർ, ഞാൻ പോയിരുന്നു. പക്ഷേ ഞങ്ങളെ കാണാൻ പോലും കൂട്ടാക്കിയില്ലേ? ഇല്ല, ഒരിക്കലുമില്ല. ഞങ്ങൾ കണ്ടുമുട്ടി സംസാരിച്ചു. നിങ്ങളുടെ സംസാരം കേട്ട എൻ്റെ കുടുംബത്തിൽ പ്രശ്നമാകുമെന്ന് തോന്നുന്നല്ലോ. സോ ഞാൻ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് പോയി എന്നുള്ളത് സത്യമാണ്. അദ്ദേഹവും എന്നെ മീറ്റ് ചെയ്യാൻ കൂട്ടാക്കി. പിന്നെ ഞങ്ങൾ ഒരു 15 മിനിറ്റോളം സംസാരിച്ചു. അന്ന് അദ്ദേഹം ഒരു സിനിമ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ചംകി പാണ്ഡെയായിരുന്നു ഹീറോ. സിനിമയുടെ പേര് ജയ് ജയ് ശിവശങ്കർ. ആ സിനിമയായിരുന്നു അന്ന് ചെയ്യുന്നത്. അന്ന് അദ്ദേഹം പറഞ്ഞു, ഇനി ഞാൻ വീണ്ടും സിനിമ എടുക്കുകയാണെങ്കിൽ നിന്നെപ്പറ്റി ചിന്തിക്കാമെന്നും നിനക്ക് ചാൻസ് തരാമെന്നും. അപ്പൊ താങ്കൾ ആലോചിച്ചു പോലും കാണില്ലല്ലേ അദ്ദേഹത്തിന്റെ മകളെ കല്യാണം കഴിക്കൂ എന്നുള്ളത്? ഇല്ല സാർ, ഒരിക്കലുമില്ല. ഇങ്ങനെയൊക്കെ ആർക്കാണ് സാർ ചിന്തിക്കാൻ പറ്റുക? ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. ഇതെല്ലാം ആ ദൈവത്തിന്റെ പദ്ധതികളാണ് സാർ. തലയെഴുത്താണോ താങ്കളെ ഇത്രത്തോളം മാറ്റിയെടുത്തത്? അതെ സാർ, എൻ്റെ തലയിലെഴുത്ത്, പിന്നെ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹവും ഉണ്ടായിരുന്നു. പിന്നെ അധ്വാനം തീർച്ചയായിട്ടും ആവശ്യമുള്ള ഒന്നാണ്. എന്നോട് ജനങ്ങൾ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, അധ്വാനമാണോ പ്രധാനം അതല്ല വിധിയാണോ പ്രധാനം എന്ന്. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതിൻ്റെ കാര്യത്തിൽ ഒരു 65-70% നമ്മുടെ വിധിയും പിന്നെ ഒരു 30% മാത്രം നമ്മുടെ ഹാർഡ് വർക്കുമാണ്. ബിക്കോസ് എനിക്കറിയില്ല, കാരണം എൻ്റെ എക്സ്പീരിയൻസ് അതാണ്. കാരണം ഞാൻ ഇൻഡസ്ട്രിയിലെ സ്റ്റുഡിയോകൾക്കകത്തൊക്കെ എത്ര തവണ പോയാലും അവിടെ എന്നേക്കാളും ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവാറുണ്ട്. ഒരുപാട് നാൾ കാത്തിരുന്ന് ഒരുപാട് അധ്വാനിക്കുന്നവരാണ് അവരൊക്കെ. എന്നേക്കാളും നല്ല ആക്ടേഴ്സ്, എന്നേക്കാളും നല്ല ഡാൻസേഴ്സ്. പക്ഷേ അവരുടെ അടുത്തൊക്കെ ഒരു കുറവ് മാത്രമേ ഉണ്ടാവൂ. അത് ചിലപ്പോൾ അവരുടെ വിധിയായിരിക്കും. അവർക്ക് ശരിയായ സമയത്ത് ജോലി കിട്ടുന്നില്ല, അതിലൂടെ അവർക്ക് പ്രശസ്തരാവാൻ പറ്റുന്നില്ല. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഐ ഫീൽ. ദാറ്റ് ഈസ് വേർ ഐ ഗോട്ട് ലക്കി ആൻഡ് ഐ കേം ഔട്ട്. അക്ഷയ്, പല രീതിയിലുള്ള ചോദ്യങ്ങൾ താങ്കളോട് ഞാൻ ചോദിച്ചു. ഒന്നിനും താങ്കൾ കൃത്യമായ ഉത്തരം നൽകാതിരുന്നില്ല, എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഇന്നത്തെ ജഡ്ജിയായ സോണൽ കാൽറയുടെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി അക്ഷയ് കുമാറാണ്. അക്ഷയോട് നമ്മൾ അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് ചോദിച്ചു, സ്ട്രഗിളിനെ കുറിച്ച് ചോദിച്ചു, പടം ഹിറ്റായതും ഫ്ലോപ്പ് ആയതും എല്ലാ കാര്യങ്ങളും. അദ്ദേഹത്തിന്റെ റൊമാൻസിനെ കുറിച്ച് ചോദിച്ചു, അദ്ദേഹത്തിന്റെ ഡാൻസിനെ കുറിച്ച് ചോദിച്ചു. ഇപ്പോൾ ആപ്കി അദാലത്തിൽ ഇന്നത്തെ ജഡ്ജിയായ സോണൽ കാൽറയുടെ ജഡ്ജ്മെന്റ് നമുക്ക് നോക്കാം. അപ്പോ അക്ഷയ്, ഞങ്ങളെല്ലാവരും കഴിഞ്ഞ 24 വർഷമായി ആപ്കി അദാലത്ത് കാണുകയാണ്. ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം രജത്ജിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളത്. പക്ഷേ ഇന്ന് എനിക്ക് തോന്നിയത്, എനിക്ക് ആളുകളോടും ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അവർക്കും ഇത് തന്നെയാണോ അനുഭവപ്പെട്ടതെന്നാ. നിങ്ങൾ തരുന്ന ഉത്തരങ്ങളിൽ വളരെയധികം സിംപ്ലിസിറ്റിയും വളരെ ഹ്യൂമിലിറ്റിയുമുണ്ട്. ഒരുപക്ഷെ അത് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഉത്തരം തരുന്നോണ്ടായിരിക്കാം. അതുപോലെ മറ്റൊരു കാര്യം, നിങ്ങൾ ഡിനൈ ചെയ്യുന്നതിൽ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്നു, നിങ്ങൾ അനുവദിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരാൾക്ക് ശിക്ഷ വിധിക്കുക എന്നുള്ളത് എത്ര ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അദ്ദേഹത്തിന് ശിക്ഷ നൽകാനാവുമെന്ന്? അദ്ദേഹം ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുന്നത്. ഞാനാകെ പറയാൻ ആഗ്രഹിക്കുന്നത്, താങ്കൾ പറഞ്ഞ ഒരു കാര്യം വളരെ നല്ലതായിരുന്നു. അതായത് ആക്ടർ എങ്ങനെയായിരുന്നാലും മനുഷ്യൻ വളരെ നല്ലതായിരിക്കണം എന്നുള്ളത്. അതുപോലെ നമ്മുടെ പബ്ലിക്കിനൊരു വിചാരമുണ്ട്, നമ്മുടെ സെലിബ്രിറ്റീസ് എല്ലാം വളരെയധികം സംസാരിക്കും, ലിപ് സർവീസ് നിറയെ നടത്തും, പക്ഷെ ശരിക്കും ആക്ഷനിലൊന്നും ഉണ്ടാവില്ല. എന്നാൽ താങ്കൾ ഇപ്പോൾ നടത്തുന്ന ഒരു ശ്രമമുണ്ടല്ലോ, താങ്കളുടെ സിനിമകളിലൂടെ, മെസ്സേജസിലൂടെ
താങ്കൾ ഒരു സൊല്യൂഷൻ നൽകാൻ ശ്രമിക്കുകയാണ്, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ. അതെ, ശരിയാണ്. അതുകൊണ്ട് കോടതിയും താങ്കളിൽ നിന്ന് ആഗ്രഹിക്കുന്നതും താങ്കളോട് ആവശ്യപ്പെടുന്നതും ആ ധാരണകൾ തെറ്റാണ് എന്ന് താങ്കൾ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതിൽ വിജയിക്കട്ടെ എന്നും, അതുപോലെ താങ്കൾ മനസ്സിൽ നിന്ന് ആഗ്രഹിക്കുന്നത് താങ്കൾക്ക് ചെയ്യാൻ കഴിയട്ടെ, അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാ ഭാവുകങ്ങളും താങ്ക് അംഗീകരിക്കുന്നു. യു വെരി മച്ച് മാം. താങ്ക് യു. അക്ഷയ് കുമാർ ഇതുപോലെ തന്നെ ജനങ്ങളെ വീണ്ടും എന്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഇനിയും അദ്ദേഹം ധാരാളം ഹിറ്റ് സിനിമകൾ നൽകുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ പ്രോഗ്രാം ഇതോടെ അവസാനിക്കുകയാണ്. അടുത്ത പ്രാവശ്യം പുതിയൊരു അതിഥിയോടൊപ്പം വീണ്ടും വന്ന് നിങ്ങളെ കാണുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.